ലിസ്മിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യോ കൾച്ചറൽ ആൻഡ് കൊഗ്നിറ്റീവ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് ആണ്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റിനകത്ത് സൈക്കോളജിയിലെ ഒരു പോർഷൻ ആയിരുന്നു. നോട്ട്സ് കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് പെൻഡിങ്ങിൽ വെച്ചത്. അപ്പോൾ നമുക്ക് നോട്ട്സ് തയ്യാറാക്കി തന്നത് വിനീഷ PM ആണ്. നാച്ചുറൽ സയൻസിലെ കുട്ടിയാണ്, ഫസ്റ്റ് ഇയർ BEd പഠിക്കുന്ന കുട്ടിയാണ്. ഇത് നമ്മുടെ അമൃത മിസ്സിൻ്റെ ഫ്രണ്ടാണ്. രണ്ടുപേരും BEd പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ രണ്ടുപേർക്കും ഒരു ബിഗ് സല്യൂട്ട് ആൻഡ് ബിഗ് താങ്ക് യു പറയാൻ ലിസ്മിൻ്റെ വകയായിട്ട്. അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലേണിങ്ങിനെ കുറേ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സും അതുപോലെ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ കുറേ ഡെഫിനിഷൻസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ സ്കിന്നർ പറയുന്നത് എന്താ? സ്കിന്നർ കൺസിഡേഴ്സ് ലേണിംഗ് ആസ് എ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ. അപ്പം സ്കിന്നറുടെ ഒരു അഭിപ്രായത്തിൽ ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ ആണ്. നമ്മൾ നല്ല രീതിയിൽ ബിഹേവിയർ ഇങ്ങനെ പഠിച്ചു വരുന്നത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ സ്മിത്തിൻ്റെ വേർഡ്സിൽ ലേണിംഗ് എന്താണെന്നുള്ളതുണ്ട്. ക്രൗ ആൻഡ് ക്രൗവിൻ്റെ ഉണ്ട് ഡെഫിനിഷൻ ഉണ്ട്, ഗേറ്റ്സിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കിയതാണ് ഡെഫിനിഷൻസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന പോർഷനിൽ അല്ലേ. ഇനി ഇതിനകത്ത് ഈ കണ്ടൻറ്റിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് എന്ത് എഴുതി വെക്കുക, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എഴുതി വെക്കുക. ഈ 5 പോയിന്റ് എഴുതി വെക്കുക. ഒന്ന് ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തതാണ്, എങ്ങനെയാണ് ഫാമിലി ലേണിങ്ങിനെ സഹായിക്കുന്നത് എന്നുള്ളത് അല്ലേ. ഇറ്റ് ഈസ് എ പ്രൈമറി ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഇൻഡിവിജ്വൽ എൻറ്റേഴ്സ് ഫസ്റ്റ്. ഒരു കുട്ടി ആദ്യം എൻ്റർ ചെയ്യുന്നത് ഈ ഒരു ഫാമിലി എന്ന് പറയുന്ന പ്രൈമറി ഫാക്ടറിലേക്കാണ്. ഫാമിലി എൻവയോൺമെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ബേസിക് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻ എ ചൈൽഡ്, ഹെൻസ് ഇറ്റ് ബിക്കം വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ ഫാമിലി എങ്ങനെയാണ് ലേണിങ്ങിനെ സഹായിക്കുന്നത്? നമുക്ക് വേണ്ട ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്, ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. നമ്മൾ ഏതൊരു സ്കൂളിലാണ് പഠിക്കേണ്ടത് ഇതൊക്കെ ചെയ്യുന്നത് ആദ്യം ഫാമിലിയാണ് അല്ലേ. നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് അനുസരിച്ച്, നമ്മുടെ പാരൻസിൻ്റെ എഡ്യൂക്കേഷന് അനുസരിച്ച് ഒക്കെ ലേണിങ്ങിൽ നല്ല വ്യത്യാസം വരാറുണ്ട്. ടീച്ചേഴ്സിൻ്റെ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുന്നു, നമുക്ക് പഠിക്കാൻ പറ്റില്ല, പിന്നെ ട്യൂഷന് കൊണ്ട് ചേർത്തു, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ കലാപരമായിട്ടുള്ളൊരു കുട്ടിയുടെ കഴിവ് എല്ലാത്തിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് ഫാമിലിയാണ്. അതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിൽ ഒന്നാമത്തെയാണ് ഫാമിലി. രണ്ടാമത്തേത് പിയർ ഗ്രൂപ്പാണ്. ആഫ്റ്റർ ഫാമിലി ദ മോസ്റ്റ് ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ഇസ് എ പിയർ ഗ്രൂപ്പ് ഓഫ് ദ ലേണർ. പിയർ ഗ്രൂപ്പാണ് രണ്ടാമത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പിയേഴ്സ് ഹാവ് ആൻ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓൺ ഈച്ച് മെമ്പേഴ്സ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മളാവുന്നത് അല്ലേ. നമ്മളോട് പറയാറുണ്ട് നമ്മൾ ആരോട് കൂടെയാണോ കൂട്ടുകൂടുന്നത് ആ രീതിയിൽ. അപ്പം കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമുക്ക് വേർതിരിച്ചറിയാനൊന്നും കഴിയില്ല നല്ലത് ഏതാ ചീത്ത ഏതാ. അപ്പം നല്ല കൂട്ടുകെട്ടിലേക്ക് കൊണ്ട് വിടുക എന്നുള്ളത് ഒരു പാരൻസിൻ്റെ ഡ്യൂട്ടിയാണ്. വലുതായി കഴിയുമ്പോൾ നമ്മൾ ഏതൊരാളുടെ കൂടെ കൂടിയാലും എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ പല ക്യാരക്ടേഴ്സിലെ കുട്ടികൾ കൂടെ പഠിക്കുന്നവരുണ്ടാവും, നമുക്ക് പിയർ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബിൽഡപ്പ് ചെയ്ത് വരും മെച്ചുവേർഡ് ആയി കഴിയുമ്പോൾ. പക്ഷെ അതുവരെയും പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അഡോളസെൻ്റ് പീരീഡിൽ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിയർ ഗ്രൂപ്പിൻ്റെത് എഴുതാം കേട്ടോ. കുറച്ച് എഴുതിയാൽ മതി, 4-5 വരി എഴുതാം. ദെൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ചേരുന്ന സ്കൂൾ, അതിൻ്റെ എൻവയോൺമെൻറ്റ് അത് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. അപ്പം ഞാനൊക്കെ പഠിച്ചത് നഴ്സറിയിലും 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ചത് പൂവത്തിക്കൽ സ്കൂളാണ്, മലപ്പുറം ജില്ലയിൽ. അപ്പം അവിടുത്തെ ആ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഓർമ്മയില്ല. നമുക്കൊക്കെ LP സ്കൂൾ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഒരു ബേസിക്കായിട്ട് നമ്മൾ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, എങ്ങനെയാണ് പഠിക്കണം എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു ബേസിക് നമുക്ക് കിട്ടുന്നത് അവിടെ നിന്നൊക്കെയാണ്. അപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്, നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എഴുതാം. അപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് വെച്ചിട്ട് എഴുതാം കേട്ടോ. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആർ ഇനീഷ്യലി റെസ്പോൺസിബിൾ ടു ഫെസിലിറ്റേറ്റ് അക്കാദമിക് ലേണിംഗ്. ശരിക്കും അക്കാദമിക് ലേണിംഗ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്നൊക്കെ ഉള്ളതിനെക്കാട്ടിലും ഒരു അക്കാദമിക് തലത്തിലുള്ള ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ആർട്ടിസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കഴിവുകളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അല്ലേ, ടീച്ചേഴ്സൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ എഴുതാം കേട്ടോ. ദെൻ വരുന്നത് ക്ലബ്ബുകളാണ്, ക്ലബ്സ് നാലാമത്തേത്. ദേ ആർ ആൻ അസോസിയേഷൻ ഡെഡിക്കേറ്റഡ് ടു എ കോമൺ ഇൻട്രസ്റ്റ് ഓർ ആക്ടിവിറ്റി. പീപ്പിൾ ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ഇൻട്രാക്ട് ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. എന്ന് വെച്ചാൽ നമ്മൾ ക്ലബ്ബിൽ ഒരേ ഒരു എയിമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന കുറേ ആളുകളായിരിക്കും, ഏകദേശം ഒരേ ആറ്റിറ്റ്യൂഡുള്ള ആളുകളായിരിക്കും. ഇപ്പം നേച്ചർ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറയുമ്പോൾ അതുമായിട്ട് താല്പര്യമുള്ള കുട്ടികളാണ് വരുന്നത് അല്ലേ. ഇപ്പോൾ ഫിലിം ക്ലബ്ബിൽ അങ്ങനെ താല്പര്യമുള്ള കുട്ടികളാണ് വരിക, സ്പോർട്സ് ക്ലബ്ബിൽ എല്ലാവരും വരണമെന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ചൈൽഡ് എന്ന് പറയുന്നത്
പറയുന്നത് നമുക്ക് ഓരോ ക്ലബ്ബിലുള്ള അവരുടെ ആക്ടിവിറ്റി അതിനകത്ത് ചെന്നിട്ട് ഇപ്പോൾ NSSലും NCCയിലും ഒക്കെ ചേരുന്ന ആളുകളുണ്ട്. അപ്പം അവിടെ ചെന്നിട്ട് അവർ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ കുട്ടികളും എല്ലാ ഗ്രൂപ്പിലും വരാറില്ല. അപ്പോൾ അത് ഇനി അഞ്ചാമതെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പിന്നെ പറയണ്ടല്ലോ. ഇൻ ദ പ്രസന്റ് സിനാരിയോ സോഷ്യൽ മീഡിയാസ് ഹാവ് ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് ഓൺ പീപ്പിൾ ഓഫ് ഓൾ ഏജ് ഗ്രൂപ്പ്. ഇറ്റ് ഹാവ് ബോത്ത് പ്രോസ് ആൻഡ് കോൺസ്. ഇറ്റ് അഫക്ട്സ് ദ റീസണിങ് എബിലിറ്റീസ് ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ്, ഹിസ് ആറ്റിറ്റ്യൂഡ്, ലാംഗ്വേജ് എക്സെട്ര. ഓൾ ഓഫ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ലേണിംഗ്. അപ്പം നമ്മളുടെ അതിന് ഗുണമുണ്ട് ദോഷങ്ങളും ഉണ്ട്, പക്ഷെ അത് എല്ലാ രീതിയിലും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഹെഡിങ് മാത്രം എഴുതിയേക്കുക. ഒന്ന് ചൈൽഡ്ഹുഡ് സോഷ്യലൈസേഷൻ, കുഞ്ഞുനാളിൽ നമ്മൾ എങ്ങനെ സമൂഹവുമായിട്ട് ഇടപഴകാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. Childhood socialization refers to the common child rearing practices of a culture. The ways in which the caretakers in a culture raise their children influences the child's developmental skills. അപ്പോൾ നമുക്കറിയാം ട്രഡീഷണൽ ഏഷ്യൻ ഫാമിലീസ് ടീച്ച് ചിൽഡ്രൻ ടു ബി കമ്മിറ്റഡ്, ഡ്യൂട്ടിഫുൾ ആൻഡ് സെൽഫ് സാക്രിഫിഷ്യൽ ടു എൽഡേഴ്സ്. ദി ഓൾഡസ്റ്റ് സൺ യൂഷ്വലി റിസീവ് ദ ഫാമിലി ഹെറിറ്റൻസ്. ദെർഫോർ സെക്സ് റോൾസ് ആർ എ കീ ഫാക്ടർ ഇൻ ചൈൽഡ്ഹുഡ് റിയറിംഗ് പ്രാക്ടീസസ് ആസ് വെൽ. നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന സമൂഹത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഇതിൽ എനിക്കൊരു പ്രോബ്ലം വരുന്നത് ഈ പാട്രിയാർക്കി എന്ന് പറയുന്നൊരു സംഭവമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു സോഷ്യലൈസേഷൻ വഴിയാണ്. എന്ന് വെച്ചാൽ ആണുങ്ങളാണ് ഏറ്റവും വലിയ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ആണുങ്ങളാണ്, സ്ത്രീകൾ എപ്പോഴും താഴെയാണ് എന്നൊക്കെയാണ് ഇന്ത്യൻ കൾച്ചറിൽ പണ്ട് രീതിയിലൊക്കെ നമ്മൾ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് കുഞ്ഞുങ്ങളിലേക്ക് കൂടി ചെല്ലുന്നത് ഈ രീതിയിലല്ല. പക്ഷെ അത് നല്ല രീതിയിൽ കൊടുക്കുകയാണ്, ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വന്ന് കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ കുഞ്ഞുങ്ങൾ വളരും. ഓരോ കൾച്ചറിലും നമ്മൾ പല രീതിയിൽ വളരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. ഇപ്പം യൂറോപ്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഇവിടെ പോലെ അല്ല. അപ്പോൾ കുട്ടികൾ കണ്ടുപഠിക്കുന്നതാണ്. ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ കുട്ടികൾ എങ്ങനെ സമൂഹമായിട്ട് മിങ്കിൾ ചെയ്യുന്നോ കണ്ടുപഠിക്കുന്നോ അതിനനുസരിച്ചിരിക്കും അവരുടെ ഒരു ബിഹേവിയർ, അവരുടെ ലേണിംഗ്. ഇനി അടുത്തത് സോഷ്യോ കൾച്ചറൽ ടൈറ്റ്നെസ് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ വെദർ എ കൾച്ചർ ഈസ് എ ഹൈ കോണ്ടെക്സ്റ്റ് ഓർ ലോ കോണ്ടെക്സ്റ്റ് കൾച്ചർ. High context cultures regard time in a polychromic format, which means schedules are based around people and events. People in these cultures gain knowledge using institutions and spiral logic. Low context cultures sees time as linear with tight schedules. Knowledge is gained through analytical reasoning. എന്നുവെച്ചാൽ സോഷ്യോ കൾച്ചറൽ ടൈറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പം നമ്മൾ എവിടെ ജനിക്കുന്നു എന്നുള്ളത് വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആണ് നമ്മുടെ ലേണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ സിറ്റുവേഷനിലാണ് നമ്മൾ വളർന്നിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഒരു ഇപ്പം നമ്മൾ കേരളത്തിലെ സിറ്റുവേഷൻസ് നോക്കി കഴിഞ്ഞാൽ എറണാകുളത്ത് ഒരു ടൗണിൽ വളരുന്നൊരു കുട്ടിയും നമ്മുടെ നാട്ടിൻ പുറത്ത് വളരുന്നൊരു കുട്ടിയുടെ ഒരു എഡ്യൂക്കേഷണൽ ലേണിംഗ് എന്ന് പറയുന്ന രണ്ടും രണ്ട് രീതിയിൽ തന്നെയാണ് അല്ലേ. ഒരേ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരേ രാജ്യത്ത് ഒരേ സംസ്ഥാനത്ത് ജീവിക്കുന്ന രണ്ട് കുട്ടികളുടെ ഒരു ലേണിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ തന്നെ മാറ്റം ഉണ്ടായിരിക്കും. അപ്പം ആ രീതിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസിനെയാണ് സോഷ്യോ കൾച്ചറൽ ടൈറ്റ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്കോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി എൻവയോൺമെൻറ്റ് ഓഫ് പെർട്ടിക്കുലർ കൾച്ചേഴ്സ് റിക്വയർ ദ പീപ്പിൾ ടു അക്വയർ സ്കിൽസ് ഓർ ടു അഡാപ്റ്റ് ഇൻ ഓർഡർ ടു സർവൈവ്. ദിസ് ഡിസ്ക്രൈബ്സ് എക്കോളജിക്കൽ അഡാപ്റ്റേഷൻ. ദി എൻവയോൺമെൻറ്റ് മേ ഇൻക്ലൂഡ് ജോഗ്രഫി ഓർ സോഷ്യൽ സെറ്റിങ്സ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കാട്ടിനടുത്ത് ഒക്കെ ജീവിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വിറക് ശേഖരിക്കാൻ പോകുന്നൊരു ശീലം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വെള്ളം തേടി കുറേ നടക്കുന്ന ശീലം ഉണ്ടായിരിക്കും. അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും. പക്ഷേ നേരെ മറിച്ചൊരു ഫ്ലാറ്റിൽ താമസിക്കുന്ന കുട്ടിക്കാണെങ്കിൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും വരുന്നതായിട്ടാണ് അവൻ്റെ ഒരു ജീവിത രീതി അല്ലേ. അപ്പോൾ രണ്ടും ഏതൊരു സിറ്റുവേഷനിലാണോ നമ്മൾ ജീവിക്കുന്നത്, ഏതൊരു പരിതസ്ഥിതിയിലാണോ ജീവിക്കുന്നത് അതിനനുസരിച്ച് നല്ല മാറ്റം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാനൊക്കെ നിൽക്കുന്ന ഒരു സാധാരണ ഗ്രാമപ്രദേശത്താണ്. അപ്പം എങ്ങനെയാണ് നമുക്ക് രാവിലെ നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ പശുക്കളൊക്കെ വീട്ടിലുള്ള കുട്ടികളുണ്ടായിരിക്കും, അല്ലെങ്കിൽ അപ്പം നമുക്ക് അതുമായിട്ടുള്ളൊരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് എക്കോളജി എന്ന് പറയുന്നത്. നമുക്ക് പുല്ലരിയാൻ പോകുന്നത് കാണാൻ പറ്റും. പിന്നെ ഫ്ലാറ്റിലുള്ള കുട്ടികളോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പോലും അവർക്ക് അറിയത്തുണ്ടാവില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം അതാണ്, അത് നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ലേണിംഗ് ബൈ അഡാപ്റ്റേഷൻ, നമ്മൾ അത് കണ്ട് പഠിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത് ഭയങ്കര ഒരു ഫാക്ടർ തന്നെയാണ്. ലാംഗ്വേജ് റിഫ്ലെക്ട്സ് ദ വേൾഡ് വ്യൂസ്, ദ തോട്ട് പ്രോസസ് ആൻഡ് ദ ലൈഫ് സ്റ്റൈൽസ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ. A person's language defines how a person learns, especially with a second language. എന്നുവെച്ചാൽ ഒരു ആൾ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എങ്ങനെയാണ് അയാളുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണ്, അല്ലെങ്കിൽ ലേണിംഗ് എന്താണ്, എത്രത്തോളം മെച്യൂർഡാണ്, എത്രത്തോളം അറിവുണ്ട് എന്നുള്ളത് ഒരാളുടെ സംസാരത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലേ. അപ്പം ഇതെന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ സൊസൈറ്റീനെയും നമ്മുടെ ലേണിങ്ങിനെയും നമ്മുടെ അറിവിനെയും എല്ലാം നമ്മുടെ ബിഹേവിയറിനെയും ഒക്കെ നമ്മൾ
നടക്കുന്നത് ഈ ഒരു സംസാരം, നമ്മളുടെ മാനർ എല്ലാത്തിനും കൂടിയാണ്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാക്ടറാണ്. ദെൻ വരുന്നത് റിലീജിയൻ. റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഇൻ എവറി സൊസൈറ്റി ദ റിലീജിയസ് വ്യൂസ് ഓഫ് ദ പീപ്പിൾ ഷേപ്പ് ലേണിംഗ് ബിഹേവിയർ ഓഫ് എൻ ഇൻഡിവിജ്വൽ. അത് പിന്നെ നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ദ ബിലീഫ്, ദ വാല്യൂസ്, കോൺസെപ്റ്റ് ഓഫ് സെൽഫ് ആൻഡ് ഇറ്റ്സ് എൻറിച്ച്മെൻറ്റ് വാരീസ് ഫ്രം റിലീജിയൻ ടു റിലീജിയൻ. ഹെൻസ് റിലീജിയസ് വ്യൂസ് ആർ highly responsible for one's attitude to look upon experiences and learn from it. Both social and cultural factors are inseparable to analyze their influence in learning process. They interact with one another and contribute their maximum. So that is about religion. ഇനി അടുത്തത് കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് ആണ് കേട്ടോ. കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻ്റലിജൻസ്, നമ്മുടെ ബുദ്ധിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒന്ന് ഇൻ്റലിജൻസ്. ഇറ്റ് ഈസ് എ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ആക്ട് പേർപ്പസ്ഫുള്ളി, ടു തിങ്ക് റാഷണലി ആൻഡ് ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ഹിസ് എൻവയോൺമെൻറ്റ്. സിൻസ് ലേണിംഗ് ഈസ് എ process involving interaction of self with its environment, a learner is expected to be intelligent enough. നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന എന്താ, നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ട് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ നോക്കി കാണുന്നു, എങ്ങനെ നമ്മൾ അതിനായിട്ട് ആക്ട് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. അപ്പോൾ ഇൻ്റലിജൻ്റ് ആയിട്ട് നമ്മളോരോ കാര്യങ്ങൾ എടുക്കാൻ തന്നെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ വരുന്നത് മെമ്മറി. മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫാക്കൽറ്റി ഓഫ് ബ്രെയിൻ ബൈ വിച്ച് ഡാറ്റ ഓർ ഇൻഫർമേഷൻ ഈസ് എൻകോഡഡ്, സ്റ്റോർഡ് ആൻഡ് റിട്രീവ്ഡ് whenever required. It is the ability to retain the information for a period of time. Learning without memory is of no use. It is this ability to recall information help effective and purposeful learning. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. മെമ്മറിനെ പറ്റിയിട്ട് ഈ ഒരു സെമ്മിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കാതെ നമ്മൾ കുറേ പഠിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് അല്ലേ. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഴയ കാര്യങ്ങൾ റീകോൾ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക്. ദെൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും പഠിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും എല്ലാ കാര്യത്തിനോടും നമുക്ക് വേണം. എന്ന് വെച്ചാൽ ദ ഫീലിംഗ് ഇൻ വൺസ് മൈൻഡ് അബൌട്ട് ലേണിംഗ് കോൺട്രിബ്യൂട്ട് എ ലോട്ട് ടു ഹിസ് ഓർ ഹെർ എബിലിറ്റി ടു ലേൺ തിങ്സ്. നമ്മളിപ്പോൾ എന്ത് പഠിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഒരു വീഡിയോ വന്ന് നോക്കുന്നത് പോലും നിങ്ങളുടെ ഒരു ഗുഡ് ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. എന്ന് വെച്ചാൽ പഠിക്കണം എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പം ആ ആറ്റിറ്റ്യൂഡ്, ലേണിങ്ങിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പ്രധാനമാണ്. ദെൻ വരുന്നത് ഇൻട്രസ്റ്റ്. നമുക്ക് അതിനോടൊരു താല്പര്യം വേണം അല്ലേ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു നീഡ്സ് ആൻഡ് മോട്ടീവ്സ് ഓഫ് ദൻ ഇൻഡിവിജ്വൽ. ഒരാളുടെ മോട്ടീവ് എന്ന് വെച്ചാൽ നമുക്കത് പഠിക്കണം, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുക്കുമെന്ന് പറയാറില്ലേ. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് എഴുതിയെടുക്കാം കേട്ടോ. ഇനി ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ലാസ്റ്റ് പോയിൻ്റാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്രിയേറ്റിവിറ്റി ഈസ് എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു പ്രൊഡ്യൂസ് ഓർ കമ്പോസ് സംതിങ് ടോട്ടലി ഓർ പെർട്ടിക്കുലർലി ന്യൂ. നമുക്കൊരു പുതിയതായിട്ടൊരു സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ശരിക്കും നമ്മളിപ്പോൾ എന്ത് നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിച്ചാലും നമുക്ക് ഒരു അറിവുണ്ടായിരിക്കും, നേരത്തെ തന്നെ ഒരു അറിവുണ്ടായിരിക്കും. ആ അറിവിനെ നമ്മളെങ്ങനെ ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അല്ലേ പുതിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റി. അത് ഈ ലേണിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ മോട്ടിവേഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു യൂണിറ്റ് മുഴുവൻ പഠിക്കാനുണ്ട്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി നമ്മളെ ഒന്ന് മുന്നിലോട്ട് നയിക്കുന്ന ആ ഒരു ഫാക്ടറാണ് മോട്ടിവേഷൻ. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആസ് ഫാർ ആസ് എ ലേണർ ഈസ് കൺസിഡേർഡ്. ഒരു ലേണറെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളല്ലെങ്കിൽ അയാൾക്ക് പഠിക്കാൻ കഴിയില്ല. ഇറ്റ് ക്യാൻ ബി ബോത്ത് ഇൻട്രിൻസിക് ഓർ എക്സ്ട്രിൻസിക്. നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ പഠിക്കടാ എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിലോ നമുക്ക് സ്വയം തോന്നിയിട്ട് നമ്മൾ പഠിക്കും. പണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കടാ എന്ന് പറയും. പക്ഷേ ഇപ്പം നമുക്കറിയാം അല്ലേ പാസ്സായിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല എന്ന്. അപ്പം മോട്ടിവേഷൻ എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വയ്ക്കാം. ഓക്കെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ചാപ്റ്റർ ഇതോട് കൂടിയിട്ട് തീരാണ് ഈ ഒരു യൂണിറ്റ് കേട്ടോ. ഈ ഒരു ടോപ്പിക്കും കൂടി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി പുതിയ യൂണിറ്റ് പുതിയ ക്ലാസ്സുകൾ.